ഇപ്പം പടം കമ്മിറ്റി ആകുമ്പോൾ ബേസിലായിട്ട് വിളിക്കടാ ഷിബുവിനെ കൊണ്ടുപോട്ടോ ജയനെ കൊണ്ടുപോകാൻ. അതെന്ന് വെച്ചാൽ എൻ്റെ ടീമിലിടാൻ അവർ വന്നു കഴിഞ്ഞാൽ ടീം വർക്കാണ്. അപ്പം തന്നെ സുധി വർക്ക് തുടങ്ങിയാണ് കാര്യം പറയാനല്ല വിളിക്കുന്നത്. എടാ ക്രിക്കറ്റ് കളിയുണ്ട് നാളെ, ഷിബുവിനെ എങ്ങോട്ട് കൊണ്ടുവരണേ അല്ലെങ്കിൽ ജയനെ എങ്ങോട്ട് കൊണ്ടുവരണേ. കാരണം ഭയങ്കര രസമാണ്. സഞ്ജു ഏട്ടനൊക്കെ വരും, ഇന്ത്യൻ ടീം സഞ്ജു പല സെറ്റിലും ബേസിലായിട്ട് സെറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ക്രിക്കറ്റ് കളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് സാറേ സാറോ നീ എന്താ ഇങ്ങനെ നമ്മളൊക്കെ ഒരു റേഞ്ചിലൊക്കെ പോയിട്ട് പുള്ളി അപ്പോഴേ വൈബായി. പിന്നെ ഭയങ്കര കമ്പനിയായി, ഞങ്ങൾ ഭയങ്കര കമ്പനിയായി, പേഴ്സണലി ഭയങ്കര അടുപ്പമായി. അപ്പം ഞാനും ബേസിൽ കണ്ടും ജയ നടക്കുന്ന തൊട്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കും. പല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തായിരിക്കും. ഞാൻ ചെയ്ത വർക്ക് എനിക്ക് ഇനി കാണണമെങ്കിൽ അത് OTT വഴിയുള്ളൂ. തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല വിഷമം എനിക്കുണ്ട്. ബേസിലേട്ടനും ആസിഫൊക്കെ പറഞ്ഞതുപോലെ മലയാള സിനിമ വേറൊരു തരത്തിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടുകട ചായക്കട എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കടയായിരുന്നു അത്. ഞാനിപ്പോൾ നോക്കി നടത്തുന്നത് പലർക്കും സിനിമയിലുള്ളവർക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള മലയാളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇങ്ങനെയൊക്കെ സാധിക്കുമോ, അത്രയും ഡീറ്റെയിലിംഗ് വേണമെന്ന് ആൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഒരു ഭയങ്കര ഫീലായതും ഈ പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ ഒരു സീനാണ്. അത് ആള് നമ്മൾ ഈ സിനിമയെ കാണുമ്പോൾ ഭീകര വില്ലനാണ്, പക്ഷെ ആള് ഭയങ്കര ലോല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം കുട്ടികളുടെ സ്വഭാവമാണ്. അമ്പലത്തിൽ പോവുക, വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. ഈ 11 ഫൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ 60 ദിവസം കൊണ്ട്. ആളിന്ന് നൈറ്റ് പറയണ്ട നാളെ ഒരു ചെവി വേണം. വിക്രം സാറിൻ്റെ പടത്തിലൊക്കെ കണ്ട ഈ ഡൈ എടുക്കണ മണിക്കൂറോളം ഇങ്ങനെ ബെൻഡായി നിന്നിട്ട് എടുക്കണ കണ്ടിട്ടില്ലേ. അപ്പം അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് ആളും ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫൈറ്റ് സമയത്ത് ഒരു മേഡത്തിൻ്റെ ഫുള്ള് ഓപ്പൺ ചെയ്യുന്ന അതൊക്കെ നമ്മൾ സ്പോട്ടിന് പറയുന്ന ഐഡിയാസ്. അത് നേരത്തെ പ്ലാനിങ്ങേ ഇല്ലാത്തതാണ്. അതൊക്കെ ശരിക്കും ഞാനിത് പ്രൊഫഷണലായിട്ട് പഠിച്ച ആളല്ല. പണ്ടും നമ്മളെ മണിയണ്ണൻ ഈ പറഞ്ഞ പോലെ ദേവാസുരത്തിലൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. നെഞ്ചി ചോട്ടമോ നെറ്റി കൂടെ ബ്ലഡൊക്കെ വരുന്നത്. നമ്മളൊരു ടെൻഷനിൽ സാറേ മറ്റേ കയ്യിന് ബ്ലഡ്, നീ ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കും. ഭയങ്കര പുള്ളി പെർഫ്യൂമിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. പിന്നെ മാർക്ക് 2 പറ്റി ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു ചർച്ചയിലാണ്. ഒരിക്കലുമല്ല സൈക്കല്ല, എന്നെ പറ്റി അറിയാവുന്നവർക്കറിയാം. ചേട്ടൻ പറഞ്ഞത് മാർക്കോ 2, 3, 4 ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ്. ചേട്ടന്റെ ഒരു കണക്കിൽ എത്ര വരെ മാർക്കോ പോകും? മറ്റുള്ള ലാംഗ്വേജിലൊക്കെ കാണുന്ന ഒരു അസൂയായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം മലയാളത്തിലെ ടെക്നീഷ്യന്മാർ ഇപ്പോൾ വേറെ റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലങ്ങനെ സിനിമയിലാണ് മേക്കപ്പ് മാനാണ് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാലൊന്നും അവിടെ അറിയത്തില്ല. ശരിക്കും എൻ്റെ അമ്മയ്ക്ക് പോയിട്ടും പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു നാട്ടിൻ പ്രദേശമാണ് ബാലരാമപുരം. പക്ഷേ തട്ടുകട മണിയൻ, എൻ്റെ അച്ഛൻ്റെ പേര് മണിയൻ, മണിയൻ്റെ മോനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഹലോ ഹായ് നമസ്കാരം. മാർക്കോ എന്ന മോസ്റ്റ് വയലന്റ് മൂവിയുടെ ആ വയലൻസിന് പിന്നിലെ കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുധി സുരേന്ദ്രൻ. സുധിച്ചേട്ടാ വെൽക്കം. താങ്ക് യു. അപ്പം സുധിച്ചേട്ടൻ എന്ന് പറയുന്നത് ഇപ്പം മോസ്റ്റ് വയലൻസ് ബ്രൂട്ടൽ മേക്കപ്പ് മാൻ ഓഫ് ഇന്ത്യയായി ചായക്കടയിൽ നിന്നാണ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തപ്പെട്ടത്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? സന്തോഷം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തട്ടുകട ചായക്കട എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കടയായിരുന്നു അത്. ഞാനിപ്പോൾ നോക്കി നടത്തുന്നത് പലർക്കും സിനിമയിലുള്ളവർക്കറിയാം. അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെ പറഞ്ഞതിൽ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പാൻ ഇന്ത്യ ലെവൽ വരെ സംസാരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അത് ഭയങ്കര സന്തോഷം. മാർക്കോ എന്ന മൂവിയിൽ കൂടെ സാധിക്കാൻ പറ്റി. കാരണം എൻ്റെ 17-18 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് കിട്ടുന്ന ഒരു വർക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലാണ്. മാർക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് വൈഡ് ഹിറ്റാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പം? തീർച്ചയായിട്ടും അതിപ്പം പടം ഇത്രയും ദിവസം ആയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ എങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ചോദിച്ച് പലയിടത്തുനിന്ന് വിളിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ കുറച്ച് കോൾസുകൾ വരുന്നുണ്ട്. കാരണം ഡൽഹിയിലൊക്കെ പടം ഭയങ്കര പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ടെക്നിക്കൽ പരമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനും ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ആയിരുന്നാലും എന്നെ വിളിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ സന്തോഷം. ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള മലയാളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇങ്ങനെയൊക്കെ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എൻക്വയറീസൊക്കെ വരുമെന്നൊക്കെ പല ഞങ്ങൾ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ദൈവം സഹായിച്ച് നടത്തി. സന്തോഷമാണ്. മാർക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വയലൻസ് തന്നെയാണ്. ആ വയലൻസിന്റെ ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും? എത്ര നാളത്തെ കഷ്ടപ്പാടാണ്? ശരിക്കും ഞാൻ അനീഫിക്ക, ഈ മൂവിയുടെ ഡയറക്ടർ അനീഫിക്കയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ പടത്തിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ആൾ പറഞ്ഞു. കാരണം എന്തൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ ഉള്ളത്. അതായത് പ്രോസറ്റിക് മേക്കപ്പാണ്. അത് സാധാരണ ഫീൽ ഗുഡ് മൂവി, ഞാൻ കഴിഞ്ഞ ഫീൽ ഗുഡ് മൂവിയാണ് കുറച്ച് ചെയ്തു വന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സബ്ജക്റ്റും അതിന് വ്യത്യസ്തമായ എന്താ പറയുക, നമ്മൾ ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ഇത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വയലൻസ് ഉള്ള മൂവി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതൊരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ആൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഡയറക്ടർ അനീഫ് സാറിന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്. അപ്പോൾ ആളുടെ ഒറ്റ കണ്ടീഷനായിരുന്നു നമുക്ക് VFX മാക്സിമം ഒന്ന് കുറച്ചിട്ട് അവരുടെ സഹായം വേണം എങ്കിൽ കൂടിയും മാക്സിമം നമുക്ക് അത്രയും ഒറിജിനാലിറ്റി ആയിട്ട് അത്രയും ഡീറ്റെയിലിംഗ് വേണമെന്ന് ആൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അത് മാക്സിമം ഞാനും എൻ്റെ അടുത്തുള്ള ടീമുമായിട്ട് സഹകരിച്ച്
ചെയ്തു ഭംഗിയായിട്ട്. അപ്പോൾ മാർക്കോ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ട് പലർക്കും പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. അത്രയ്ക്ക് വയലൻസ് ആണ്. അപ്പം ഈ ഒരു വയലൻസ് ഇങ്ങനെ ഇത്രമാത്രം വയലൻസിലേക്ക് എത്തപ്പെടാൻ ചെയ്ത ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഇപ്പം പറഞ്ഞ പോലെ പല തിയേറ്ററിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്, അതിൻ്റെ ഉപരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അത്രയും ചെയ്ത ഡീറ്റെയിലിംഗ് കൊണ്ട് വന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അത് ഫീൽ ആവണത്. ഇപ്പം ഞങ്ങൾ ചെയ്തതിന് അതിൻ്റെ ഒരു റിസൾട്ടാണത്. അത് കേൾക്കുമ്പോൾ ഒരു പറഞ്ഞ പോലെ സന്തോഷമാണ്, വിഷമമാണ്. അതിന് പറഞ്ഞില്ലേ ഡീറ്റെയിലിംഗ് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ സഹകരണം ഭയങ്കരമായിരുന്നു. ഇപ്പം ഈ സിനിമ കണ്ടവർക്ക് അത് ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ കൈ നമ്മൾ ചെയ്തത് ജഗദീഷ് ചേട്ടൻ്റെ കൈൻ്റെ ഡൈ തന്നെ എടുത്തിരിക്കുന്നതാണ്. അതാണ് അത്രയും ഡീറ്റെയിലിംഗ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോസറ്റിക് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റും ഈ ഡൈയും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ടാണ് അതിൽ ഈ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് സിനിമയിൽ അത്രയും ഒറിജിനാലിറ്റി വരുന്നത്. അത് ശരിക്കും സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും, അത്ര ഡീറ്റെയിലിംഗ്. ഈ ആസിഡില് ആ ശരീരം ഇങ്ങനെ പൊങ്ങി വരുന്നു, പുഴു, അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഭീകരമായിട്ട് തോന്നിയ സീൻസ് ആണ് അതൊക്കെ. ശരിക്കും അതൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ബാക്കി ഞാൻ പറഞ്ഞില്ല, ബാക്കി നമുക്ക് ഇപ്പം ഇതിൻ്റെയൊക്കെ ഡൈ എടുക്കാൻ ആർട്ടിസ്റ്റിൻ്റെ കൈ കിട്ടും. അത് ആർട്ടിസ്റ്റിൻ്റെ തന്നെ നമ്മൾ ശരീരഭാഗങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോൾ ആസിഡ് വീണ ബോഡി അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ സഹായിക്കാൻ നമ്മളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷമാണ് ഇതിനെപ്പറ്റി ഒരു സ്കെച്ച് തന്നെ ഉണ്ടാക്കി ഡയറക്ടർ അനീഫ് സാറിനെ കാണിച്ചു. അനീഫ് സാർ ഇങ്ങനെ ഓപ്ഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അത് ഈ ബോഡി ശരിക്കും റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുഴുക്കളെ കളക്ട് ചെയ്തതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കുറച്ചും കൂടി എഫക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ അത് സിനിമയിൽ കംപ്ലീറ്റ് ഇല്ല. സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ഭാഗം കട്ടായിപ്പോയി. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇപ്പൊ വയലൻസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. സുചേട്ടന്റെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാണ്? എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാണ്? എനിക്ക് സിനിമ ഓൾമോസ്റ്റ് എനിക്കൊരു ഭയങ്കര ഒരു എല്ലാ ഭാഗവും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അത്രയും നമ്മുടെ ടീം വർക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത വർക്കാണ്. അപ്പോൾ എനിക്കെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാനതിൽ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഒരു ഭയങ്കര ഫീലായതും ഈ പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ ഒരു സീനാണ്. അത് കാണുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മളത് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിന് ഭയങ്കര റിസൾട്ട് വന്നു. എനിക്ക് അവിടെ നിന്ന് കുറേ അപ്രീഷിയേറ്റ് ഈ പറഞ്ഞ പോലെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. അതുകൊണ്ട് ബോഡി ചെയ്യുമ്പോഴും ശരിക്കും എനിക്ക് ആ സീനൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും മനസ്സിലുണ്ട്. ആ സീൻ എടുക്കുമ്പോൾ ഒരു സിറ്റുവേഷൻസ്, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെയും ശരിക്കും നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് മൂഡാണ് അത് ഷൂട്ടിംഗ് മൂഡായിട്ടപ്പം നമുക്ക് ആ ഫീല് വന്നതേ ഇല്ല. എനിക്ക് ആ സീൻ എടുക്കുമ്പോഴത്തേ ഒരു ഡോക്ടറോടെ ഉണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ, ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ഫീലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഇതിലെ വില്ലൻ കഥാപാത്രം സൈറസ് കബീർ സിംഗ്, പുള്ളിക്കാരൻ 5 ദിവസത്തേക്ക് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ സീൻ കണ്ടിട്ട് അത്രമാത്രം ആള് നമ്മള് ഈ സിനിമയെ കാണുമ്പോൾ ഭീകര വില്ലനാണ്. പക്ഷെ ആള് ഭയങ്കര ലോല മനസ്സിന്റെ ഉടമയാണ്. കാരണം കുട്ടികളുടെ സ്വഭാവമാണ്. അമ്പലത്തിൽ പോവുക, വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര രാവിലെ വരുമ്പോൾ തന്നെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരും. മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് പൂജയൊക്കെ ഉണ്ട് ആളുടെ വക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സീൻ എടുത്ത ശേഷം ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. സീരിയസ്ലി ആൾ പറയുന്നത് നമ്മൾ കണ്ടൊരു അവസ്ഥയാണ്. ആ പുള്ളി ഭയങ്കരമായിട്ടൊരു ഇമോഷണലായി. കാരണം ആളുടെ ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണലായി. ഈ പറഞ്ഞ 5 ദിവസം ഉറങ്ങിയില്ല എന്ന് പറയുന്നത് വാസ്തവമായിരിക്കാം. കാരണം അത്രയും ഫീലായി അത്. ഉണ്ണിമൂന്തന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, ചെവി ഇങ്ങനെ കടിച്ച് പറിച്ചെടുക്കുന്നത്. ആ ഒരു സീൻ, ആ ഒരു ചെവി, അത് അത്രയും കുഞ്ഞു സമയം പോലും ഡീറ്റെയിലിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് ചെയ്ത് അത് കടിച്ചെടുക്കുന്ന ആ ഒരു സീൻ എങ്ങനെയായിരുന്നു? അതെ, ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഈ പ്രോസറ്റിക് മേക്കപ്പിൽ ചെറുതെന്നോ വലുതോ അതെല്ലാം നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ചെവി എടുക്കുന്ന സീൻ അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ ഇത് നമ്മളെ ഫസ്റ്റ് പ്ലാനിങ് ഉണ്ടായ സാധനമല്ല. അപ്പോൾ മാസ്റ്റർ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിൻ്റെ ആളാണ്. ആ പുള്ളി പെട്ടെന്ന് അതായത് ഈ 11 ഫൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ 60 ദിവസം കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ആള് മനസ്സിൽ വരുന്ന സാധനം നമ്മളത് ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന് നൈറ്റ് പറയണ്ട നാളെ ഒരു ചെവി വേണം പറയുമ്പോഴത്തേക്ക് അന്ന് രാത്രി പിന്നെ പുള്ളിരുന്ന് ചെവിയുടെ പണിയാണ്. അപ്പോൾ രാവിലെ വന്നപ്പോൾ സെറ്റായി അതൊരു അങ്ങനെയാണ് ആ ഷോട്ട്. അതാണ് ഫസ്റ്റ് ടീസറിൽ വൈറലായ ശരിക്കും ഭയങ്കര ഡീറ്റെയിലിംഗ് കാണിച്ചിട്ട് വൈറലായ ഷോ. അത് ഉണ്ണിപ്രോ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. കാരണം ബ്ലഡ് അത്രമാത്രം ഫേസിലും വായിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ആ ഒരു ചെവിയുടെ ഇത് മാത്രം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ എന്തോരം സമയം എടുത്ത് കാണും. ചെവിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഈ നൈറ്റ് പറഞ്ഞതാണ് ഈ പെട്ടെന്ന് ചെവി വേണം. അപ്പം നമ്മൾ നൈറ്റ് തന്നെ ഇപ്പോൾ ഈ നമ്മൾ
ആ ഒരു ഷോട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആളുടെ ചെവിയിലെ ഡൈ നമ്മൾ എടുക്കും. ഈ കടിച്ചു പറിക്കുന്ന ആളുടെ അന്ന് നൈറ്റ് ഞാൻ റൂമിൽ പോയിട്ട് ആളുടെ ചെവിയുടെ ഈ പറഞ്ഞ പോലെ ഡൈ എടുക്കും. ഡൈ എടുത്തിട്ട് പിന്നെ റൂമിൽ ഇരുന്നത് രാവിലത്തേക്ക് റെഡിയാക്കണം. അപ്പോഴത്തേക്ക് നമുക്കൊരു 5-6 ഹവേഴ്സിനുള്ളിൽ ക്ലിയർ ആവും. ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിലിംഗ് ചെയ്താൽ മതി. ഡീറ്റെയിലിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ ചെവി കടിച്ചെടുക്കുന്ന ഷോട്ട് അന്ന് ചെയ്തത്. ബ്ലഡും അന്ന് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ മൂന്നാറാണ് ഷൂട്ട് ചെയ്തത്. മൂന്നാറിലാണ് ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ചത്. മൂന്നാർ നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന മൂന്നാറാണ്. ഇന്റർവൽ ഫൈറ്റ് ഇല്ലേ, അത് ശരിക്കും ഇന്റർവൽ ഫൈറ്റിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. ഇടിയാ ഷൂട്ട് തുടങ്ങുന്നത് ഇടിയിലാണ് തുടങ്ങുന്നത്. അത് അവിടെ തുടങ്ങി. അത് കുറച്ച് ദിവസങ്ങൾ നീണ്ട ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ അത് അവിടെയാണ് ഇന്റർവൽ ഫൈറ്റ്. ഉണ്ണിച്ചേട്ടന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ 30-35 മണിക്കൂറൊക്കെ ശരിക്കും ഉണ്ണിപ്രോ ഇത് ഈ പടത്തിന് വേണ്ടിയിട്ട് ആളുടെ എല്ലാ എനർജിയും അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് കണ്ടവർക്കറിയാം. അപ്പോൾ അത് ഈ ക്ലൈമാക്സ് ഫൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ അന്ന് ലാസ്റ്റ് ദിവസം ഈ ഫുഡ് കട്ട് ചെയ്തിട്ടുള്ള 6 പാക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാട്ടർ കട്ടൊക്കെ ചെയ്തിട്ട് അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ചെയ്തു. അത് കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് സമ്മതിക്കുമെന്ന് തോന്നല്ല. കാരണം നമുക്കത് തീർക്കണം. അത് പോയിട്ട് പലർക്കും പല ഡേറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ വർക്കൊന്ന് തീർക്കണം. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഈ കണ്ടിന്യൂസ് ഒരു 35 ഹവേഴ്സ് പുള്ളി കണ്ടിന്യൂസ് വർക്ക് എടുത്തത്. പക്ഷെ അത് ഭയങ്കര ഒരു ഡെഡിക്കേറ്റ്. അതായത് തീർച്ചയായും പുള്ളി മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്ര ഡെഡിക്കേറ്റ് ആയി. കാരണം പുള്ളി വേറെ ചിന്തയൊന്നുമില്ല. രാവിലെ വരുന്നു. ഇപ്പോൾ ഷൂട്ടില്ലെങ്കിൽ കൂടിയും ഉണ്ണിപ്രോ സെറ്റിലുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും പുള്ളിയുടെ നേതൃത്വം ഉണ്ടാവും. അത് ഭയങ്കര ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, അയ്യോ ആർട്ടിസ്റ്റിലെ ഹീറോ അങ്ങനെ ഒരു സംഭവമല്ല. പുള്ളി എല്ലാത്തിലും നമ്മളോട് ഭയങ്കര സഹകരിക്കും. എല്ലാത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും പുള്ളി എല്ലാത്തിനും സപ്പോർട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ വില്ലൻ കഥാപാത്രത്തിന് അവസാനം തല മുറിച്ചെടുക്കുന്ന സീനുണ്ട്, തല പിടിക്കുന്നത്. ആ ഒരു സംഭവം ചെയ്യാൻ പുള്ളിക്കാരൻ എത്രയോ മണിക്കൂർ കണ്ണടച്ച് ഇരുന്നു. അതെ. അത് ഈ പറഞ്ഞ പോലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കാരണം ഇത് 1 മാസം മുമ്പേ തന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ ആ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ ആൾ ബോംബെയിൽ നിന്ന് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് ഈ പ്രോസസ്സ് കഴിഞ്ഞ് പോവുകയും ചെയ്തു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് പുള്ളിക്ക് ഇതൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഹെഡിൻ്റെ മോൾഡ് എടുക്കണ ഫുൾ കവർ ചെയ്തിട്ട് ഈ നോസിൽ കൂടെ മാത്രമേ ബ്രീത്ത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2-3 ഹവേഴ്സ് പുള്ളി അങ്ങനെ എക്സ്പീരിയൻസ്. അതെ, പല പടത്തിലും കണ്ടിട്ടുണ്ട്. നമ്മൾ വിക്രം സാറിൻ്റെ പടത്തിലൊക്കെ കണ്ട ഈ ഡൈ എടുക്കണ മണിക്കൂറോളം ഇങ്ങനെ ബെൻഡ് ആയിട്ട് എടുക്കണ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ് ആളും ഇതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭയങ്കര റിസൾട്ട് വന്നു. പടത്തിന് ആ മോൾഡ് കറക്റ്റ് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറയുന്ന സാധനം വളരെ വിരളമായിട്ടുള്ള ഒരു സാധനമാണ്. ഉണ്ടെങ്കിൽ തന്നെ വിദേശത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവരികയൊക്കെയാണ്. അപ്പോൾ മാർക്കോ ടീം ചേട്ടനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ശരിക്കും ഇത് നമ്മുടെ മലയാള സിനിമയിൽ പ്രോസ്തറ്റിക് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ പുറത്ത് ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മാർക്കോ സംബന്ധിച്ച് ഇത്രയും വയലൻസ് മൂവി, ഇത്രയും ഈ പറഞ്ഞ ഇത്രമാത്രം വർക്കുണ്ട്. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് ആൾക്കാരെ ചിന്തിക്കാം അവർ. പക്ഷേ ഉണ്ണിപ്രോയെ എനിക്ക് നേരത്തെ അറിയാം. ഞാനൊരു വർക്ക് ചെയ്തു. അപ്പോൾ ഉണ്ണിച്ചേട്ടനെ എന്നെ നേരത്തെ അറിയാം. ഡയറക്ടറുടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്, അനീഫിക്കയുടെ. അപ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഞാൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്. കാരണം ഞാൻ തുടർന്ന് നേരത്തെ 1-2 പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ രുതിരം അതിലൊക്കെ ചെറിയ വയലൻസും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രോസറ്റിക് മേക്കപ്പ് തന്നെ. അപ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റ് എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം സാധാരണ പറഞ്ഞതുപോലെ ഇത്രയും വയലൻസ് മൂവി ചെയ്യാൻ പുറത്തുനിന്നാണ് പ്രോസ്തറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അവരെയൊന്നും അഫോർഡ് ചെയ്യാൻ നമ്മളെ മലയാള സിനിമയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ എക്സ്പെൻസും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ എക്സ്പെൻസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വിദേശത്തുനിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയലാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇത് USA പ്രോഡക്റ്റാണ്, സിൽക്കോൺ എന്നുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അവരെന്താണോ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണോ ഞങ്ങൾ ഈ മാർക്കറ്റിൽ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വർക്ക് ചെയ്തിരിക്കുന്നത് മലയാളിയായ ഞങ്ങളാണ്. തീർച്ചയായും ഉണ്ണിപ്രോ അങ്ങനെ പറയാറുണ്ട്. കാരണം കുഞ്ഞിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് റിസ്ക് വർക്കായിരുന്നു. അപ്പം ഉണ്ണിപ്രോ പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും അത് ഇത്രയും ചെയ്തില്ലേ പിന്നെ എന്താ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് അവർക്കുണ്ട്. അങ്ങനെയാണ് പല കാര്യങ്ങളും പെട്ടെന്ന് പ്ലാനിങ്ങിൽ വരാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ആയിരുന്നാലും ഫൈറ്റ് സമയത്ത് ഒരു മേഡത്തിൻ്റെ ഫുള്ള് ഓപ്പൺ ചെയ്യുന്ന അതൊക്കെ നമ്മൾ സ്പോട്ടിന് പറയുന്ന ഐഡിയാസ്. അത് നേരത്തെ പ്ലാനിങ്ങേ ഇല്ലാത്തതാണ്. അതൊക്കെ ഫൈറ്റിൻ്റെ ഇടയിൽ കലൈമാക്സും ഈ പറഞ്ഞ പോലെ ഹനീഫിക്കൊക്കെ
ഇതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ കണ്ടിട്ട് അവർ കോൺഫിഡൻ്റ് ആണ്, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ല ശ്രുതിക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് അവരപ്പം തന്നെ പറയുന്നത്. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മളിപ്പോൾ വില്ലൻ്റെ ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ്റെ ആണെങ്കിലും നമുക്ക് അവരുടെ ഫേസും കൈയും ഒക്കെ കിട്ടി. ഈ കുഞ്ഞിൻ്റെ ഒരു പ്രോസ്തെറ്റിക്സ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? ശരിക്കും കുഞ്ഞിൻ്റെത് നമ്മൾ ക്ലേയിൽ ആദ്യം കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുക ചെയ്ത്, ക്ലേയിൽ ഒരു ചെറിയൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഡയറക്ടർ കാണിച്ചു. അപ്പോൾ ഡയറക്ടറിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്കൊന്നും കൂടി ചെറുതാവണം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഫേസ് അങ്ങനെ നമുക്ക് ക്യൂട്ടായിരിക്കണം, ഫേസ് ഡീറ്റെയിൽ വന്നില്ലെങ്കിൽ കൂടിയും ഒരു ക്യൂട്ട് ഫേസ് ആവണം. അങ്ങനെ നമ്മൾ രണ്ടാമതും അത് ക്രിയേറ്റ് ചെയ്തു. അത് ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നു. ഒരു ക്ലേ ആർട്ടിസ്റ്റിനെ നമുക്ക് വേണം. അപ്പം നമുക്ക് മേക്കപ്പ് ആണെങ്കിൽ കൂടിയും ഇതൊക്കെ ഒരു മോൾഡ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചവർക്കേ പറ്റുള്ളൂ. ശരിക്കും ഞാനിത് പ്രൊഫഷണലായിട്ട് പഠിച്ച ആളല്ല. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒരു പറഞ്ഞ പോലെ അങ്ങനത്തെ ഇതൊന്നും മേക്കപ്പ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടാത്ത ഒരാളാണ്. എല്ലാം നമ്മുടെ ഈ അസിസ്റ്റൻ്റായിട്ട് വന്ന ഒരു എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ സിനിമകളുടെ എക്സ്പീരിയൻസും മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ കുറേ നമ്മൾ ഫാഷനും ഐഡിയ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ക്ലേ വർക്കൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളാണ് കുഞ്ഞുണ്ടാക്കി തന്നത് എനിക്ക്. അങ്ങനെ കുഞ്ഞുണ്ടാക്കി തന്ന ശേഷം അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിൽക്കോണിൽ ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ആ കുഞ്ഞ് നമുക്ക് കിട്ടിയത്. ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞത് കോളേജ് കുമാരൻ. അതെ അതെ അതെ. കോളേജ് കുമാരനിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ് മാർക്കോ. അത് കോളേജ് കുമാരനാണ് ഈ പറഞ്ഞ പോലെ 2007 എൻ്റെ ആശാൻ എന്ന് പറഞ്ഞ PN മണി എന്ന് പറഞ്ഞ മേക്കപ്പ് മാനാണ്. ആളെ കൂടെയാണ് ഞാൻ ഫസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ 2007 മോഹൻലാൽ സാറിൻ്റെ കൂടെ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് ആ സിനിമയിൽ വർക്കിന് കയറി. അവിടെ നിന്നുള്ള ജേണിയാണ് ഞാനിപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നത്. ആളെ കൂടെയാണ് ഒരു 10 മണിസാറിൻ്റെ കൂടെ തന്നെ ഞാനൊരു 10 വർഷം 12 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മണിസാറിൻ്റെ ഒരു എന്താ പറയുക, എപ്പോൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു മേക്കപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയില്ല, എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കണ്ടോ അത് എപ്പോഴും മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ കുറേ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് നല്ലൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ശരിക്കും നമ്മളിപ്പോ പറയില്ലേ ഈ മാർക്കോലി കൈ വെട്ടുന്നതും ഈ പറഞ്ഞ ബ്ലഡിന്റെ സീക്രട്ടൊക്കെ എന്താണെന്ന്, ശരിക്കും ഇത് പണ്ടും നമ്മളെ മണിയണ്ണൻ ഈ പറഞ്ഞ പോലെ ദേവാസുരത്തിലൊക്കെ നമ്മളെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, നെഞ്ചി ചോട്ടമോ നെറ്റി കൂടെ ബ്ലഡൊക്കെ വരുന്നത്. അപ്പൊ അന്ന് ഇവർ ഈ ടെക്നിക്കൽ പരമായിട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ അപ്ഡേഷനായി ഈ പറഞ്ഞ പോലെ ഡീറ്റെയിലിംഗ് ആയി എന്നുള്ളതാണ്. അതെ അതെ. എന്നാലും മണിയണ്ണനെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മണിയണ്ണൻ ഇത് തന്നെ ഞാൻ ചെയ്ത വർക്കുകളുണ്ട്, മണിയണ്ണൻ എൻ്റെ അടുത്ത് ചോദിക്കാറ്. അതെങ്ങനെയാണ് അതൊന്ന് ചോദിക്കാറുണ്ട്. അതെ അതെ, അത് ഒരു കൗതുകത്തിലാണെങ്കിലും ഒരു സന്തോഷമാണ്. ഇപ്പം മാർക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പറയേണ്ട ഒരാൾ ഡയറക്ടറാണ് ഹനീഫ് താനി. ഡയറക്ടർ ഇങ്ങനെ നമ്മളിപ്പോ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് പരിപാടിയാണ്, അങ്ങനെയായിരുന്നു ലൊക്കേഷനിലാണ്. അയ്യോ, അനീഫിക്കെ പറയണം. അനീഫിക്കെ വർക്ക് ചെയ്യുന്നുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടറെ പറ്റി നേരത്തെ ഞാൻ അന്വേഷിക്കും. കാരണം എങ്ങനെയാണ് ആളുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് ആളുടെ ബിഹേവിയർ. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഭയങ്കര ഭീകരമായിട്ടാണ് പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര ഭയങ്കര ഷൗട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി. അപ്പം ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊരു ടെൻഷനിൽ, സാറേ മറ്റേ കയ്യിന് ബ്ലഡ്, നീ ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കും. ഭയങ്കര പുള്ളി പെർഫ്യൂമിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. പുള്ളി ഭയങ്കര കൂളാണ്. പക്ഷെ വർക്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ അത്രയും ഭയങ്കര അടിപൊളിയാണ്. എന്നെ ഭയങ്കര കാര്യമാണ്. നമ്മൾ പ്രതീക്ഷയെക്കാളും അപ്പുറമാണ് ആൾ. ഭയങ്കര ഒരു ബ്രദറിനെ പോലെ കാണുന്നത്. ആൾ മിക്ക ദിവസം വിളിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്ക് പൊതുവേ സംസാരിക്കാനൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള ഭയങ്കര കാര്യമാണ്. വർക്കിൻ്റെ ബേസ് ചെയ്തൊക്കെ ആൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. പുള്ളിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഹനീഫ് സാറിന്റെ ഇനി അടുത്ത പ്രൊജക്ട് വരാനുണ്ടോ, എന്താണ്? ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് ഒന്നുകൊണ്ട് ചർച്ചയിലാണ്. ഉടനെ തന്നെ ഹനീഫിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. പിന്നെ മാർക്കോ 2 പറ്റി ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു ചർച്ചയിലാണ്. ഇപ്പം രുദ്രൻ എന്ന് പറയുന്ന സിനിമ ഒരു സൈക്കോ ത്രില്ലർ ആയിരുന്നു. മാർക്കോ ഒരു വയലൻസ് ആണ്. ഫുൾ ഈ ഒരു ലെവൽ പടമാണോ? മൊത്തം ബ്ലഡിന്റെ പരമാണോ? സൈക്കോ ആണോ? ഒരിക്കലുമില്ല, സൈക്കോ അല്ല. എന്നെ പറ്റി അറിയാവുന്നവർക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജെ ഹേ ഞാൻ ചെയ്ത മൂവിയാണ്. ജെ ഹേ ബിപിൻ ദാസ് സാറിൻ്റെ അന്താക്ഷരി മുതൽ പിന്നെ എല്ലാ പടവും ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബിപിൻ ചേട്ടനും ഞാനോട്ട് എന്താ പറയുക ഒരു ബ്രദർ എന്നുള്ള സ്ഥാനത്ത് തന്നെ പുള്ളി എന്നെ കാണും. പുള്ളി ഭയങ്കരമായിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല, ഞങ്ങൾ അത്രയും പേഴ്സണലിയും ഭയങ്കര ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഈ അന്താക്ഷരി മുതൽ ജെ ഹേ, ഫാലിമി, ഗുരുവായൂരമ്പലനടയിൽ എല്ലാ പടവും ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് മൂവി വരെ ലാസ്റ്റ് വാഴ വരെ ഞാൻ ചെയ്ത മൂവിയാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ മൂവിയാണ് ഈ രുതിരവും ഈ മാർക്കോയും.
അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ വാഴ എല്ലാം ഒരു ഫീൽ ഗുഡ് അതിന്റേതായ ഒരു മേക്കപ്പ് ആയിരുന്നു. അപ്പൊ മാർക്കോയിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര വയലൻസ് ഉള്ള ഒരു മേക്കപ്പ് ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ജേർണി, ഇതിന്ന് മാർക്കോയിലേക്ക് എത്തിപ്പെട്ട ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? വളരെ വ്യത്യസ്തമാണ്. ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിലല്ല, സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഭംഗിയാക്കുക, വെളുപ്പിക്കുക, അങ്ങനത്തെ അതാണെന്നുള്ളത്. പക്ഷെ അതല്ല, നമുക്ക് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്തു തന്ന സിനിമകൾ കണ്ടവർക്കറിയാം, എല്ലാം ക്യാരക്ടർ മേക്കപ്പ് ആയിരിക്കും. ഒരാൾക്ക് പോലും മേക്കപ്പ് ഇട്ട ഫീൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ആകെ ഞാൻ മേക്കപ്പായിട്ട് ഉപയോഗിക്കുന്ന ഗുരുവായൂരമ്പലടയിൽ ആ ബ്രൈഡൽ സീനിനെ മാത്രമാണ് നമ്മൾ മേക്കപ്പിൻ്റെ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതെ, അതിന് മുന്നോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഈ ക്യാരക്ടർ ബേസ് എല്ലാം ജെ ആയിരുന്നാലും ഫാലിമി ആയിരുന്നാലും എല്ലാം ക്യാരക്ടർ ബേസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു ക്രിയേഷനാണ് ഈ മാർക്കോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കോ ആയിരുന്നാലും ദുരിതായിരുന്നാലും. പക്ഷേ മേക്കപ്പ് എന്ന് പറയാൻ മേക്കപ്പ് ഡൗണും ഉണ്ട്, മേക്കപ്പ് ബ്രൈറ്റ് ആകണമുണ്ട്, മേക്കപ്പ് ഡൗണും ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ തെറ്റിദ്ധാരണയാണ് സിനിമയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ വേറെ എന്തോ ഈ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുടെ കേട്ടോ. അപ്പോൾ അതല്ല ശരിക്കും മേക്കപ്പ്. മേക്കപ്പിന് കുറച്ച് കുറേ ഭാഗങ്ങളുണ്ട്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് മാർക്കോ 2, 3, 4 ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ്. ചേട്ടൻ്റെ ഒരു കണക്കിൽ എത്ര വരെ മാർക്കോ പോകും? അപ്പോൾ ഇപ്പോൾ അത്രമാത്രം പോകുന്നതാണ് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് അത്രമാത്രം വർക്ക് ചെയ്യാനുണ്ട്, നമ്മുടേതായ ക്രിയേഷൻ കാണിക്കാനുമുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒന്നും ഒഫീഷ്യലായിട്ട് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഉണ്ടാവുമെന്ന് ഇങ്ങനെ അനീഫൊക്കെ പറഞ്ഞു, അത് അതിൻ്റെ ചർച്ചയിലാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ കൂടെ ഞങ്ങളുണ്ടാവും, എല്ലാ പാർട്ടിലും ഉണ്ടാവും. വിക്രം സാർ ഉണ്ടാകുമോ? അതൊരു സസ്പെൻസ് ആണ്, കാരണം നമുക്കത് ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രതീക്ഷയാണ് എനിക്ക്, എല്ലാ പ്രേക്ഷകരെ പോലെയും ഈ പറയുന്ന എല്ലാവരെ പോലെയും പ്രതീക്ഷ എനിക്കും ഭയങ്കരമാണ്. ഞാൻ വിക്രം സാറിനോട് വർക്ക് ചെയ്തിട്ടില്ല, സാറിനെ കാണണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാറുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പം വേൾഡ് വൈഡ് മാർക്കോ ഹിറ്റാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചോ പുതിയ സിനിമയ്ക്കായിട്ടും അങ്ങനെ? അതെ, ഇപ്പോൾ അങ്ങനെ മാർക്കോ കണ്ടിപ്പോൾ ഹിന്ദിയിലും തമിഴിലൊക്കെ വന്ന ശേഷമാണ്. ഇപ്പോൾ അങ്ങനെ കുറച്ച് എൻക്വയറി ചോദിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി റാം സാർ, നമ്മുടെ പേരമ്പ് ഡയറക്ടർ റാം സാറിൻ്റെ പടം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തമിഴ് പടം. ഈ നമ്മുടെ മിർച്ചി ശിവായും നമ്മുടെ മലയാളത്തിലെ ഗ്രേസ് ആൻ്റണി അഭിനയിക്കുന്ന മൂവി, അത് ഞാനാണ് ചെയ്യുന്നത് തമിഴിൽ. എൻ്റെ ഒരു ഫസ്റ്റ് പടമാണത്. അപ്പോൾ ഈ മാർക്കോ കണ്ടിട്ട് ആളെന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗംഭീര വർക്കാണ്, ഭയങ്കര സന്തോഷം. അപ്പോൾ അത്രയും ഈ വലിയൊരു ഈ പറയുന്ന ഡയറക്ടർമാരുടെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഒത്തിരി സന്തോഷം. പിന്നെ തെലുങ്ക് മൂവി ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നേരത്തെ. തെലുങ്ക് മൂവി ഞാൻ ലക്ഷ്മി മഞ്ജു മേഡത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രോസറ്റിക് വർക്ക് തന്നെ ചെയ്ത ഒരു പടം നേരത്തെ ഉണ്ട്. ഇത്രയും വയലൻസ് അല്ലെങ്കിൽ കൂടി അത് കുറച്ച് നല്ല ഡീറ്റെയിലും പ്രോസറ്റീവ് വർക്ക് ചെയ്ത ഒരു വർക്ക് തെലുങ്ക് മൂവി ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ മലയാളത്തിൽ നിന്ന് ഒരാൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഇതൊക്കെ പുതുമയാണ്. സാധാരണ ഈ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്യുന്ന എല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇവർ കണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പോലെയുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അതിശയം പോലെയാണ്. ഒരു പ്രൗഡാണ്. ഇപ്പം മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർ മറ്റുള്ള ലാംഗ്വേജിലൊക്കെ കാണുന്ന ഒരു അസൂയായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം മലയാളത്തിലെ ടെക്നീഷ്യന്മാർ ഇപ്പോൾ വേറെ റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ബേസിലേട്ടനും ആസിഫൊക്കെ പറഞ്ഞതുപോലെ മലയാള സിനിമ വേറൊരു തരത്തിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തുടർന്ന് വർഷങ്ങൾ പോകുമ്പോൾ ഈ ഇപ്പോൾ കൊറിയൻ പടങ്ങൾ കാണും പോലെ കൗതുകമായിരിക്കും മലയാള സിനിമ. കാരണം കാരണം അത്രയും എന്താ പറയുക, ടാലൻറ്റഡുള്ള എല്ലാ ടെക്നീഷ്യനും, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ആയിരുന്നാലും മേക്കപ്പ് ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര അപ്ഡേഷനാണ്. ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ പറയുക, മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് മലയാള സിനിമ വെയിറ്റ് ചെയ്യും. ഇപ്പൊ മാർഗോയുടെ പ്രൊഡ്യൂസർ പറഞ്ഞു ഇനി എനിക്ക് അടുത്തെടുക്കുന്ന സിനിമ ഒരു കോഞ്ചറിങ് പോലെയുള്ള സിനിമയായിരിക്കണം. അപ്പം അത് ഇതിലും മേലെ ആയിരിക്കും അതില് വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ശരിക്കും നമ്മളെ മാർഗോയുടെ പ്രൊഡ്യൂസർ സാറ് ഷഫീഖ് സാറാണ് മെയിൻ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു പടത്തിൻ്റെ മെയിൻ. എല്ലാവർക്കും ഒരു സപ്പോർട്ട് വേണമല്ലോ, നെടുന്തൂണ് വേണമല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിപ്പം അത് മലയാള സിനിമയിൽ തന്നെ മേക്കപ്പിന് ഭയങ്കര എക്സ്പെൻസീവാണ് പ്രോസറ്റിങ്. സാധാരണ മൂവിയിലൊക്കെ മേക്കപ്പ് മാനോ അല്ലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ വലിയ എക്സ്പെൻസ് വരുന്നതല്ല. പക്ഷേ ഈ പ്രോസറ്റിങ് മേക്കപ്പിന് നല്ല എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളൊരു ഒരു പ്രൊഡ്യൂസർ അടുത്ത് പറയുമ്പോൾ നമ്മളത് ചെയ്തു തരണമെങ്കിൽ സപ്പോർട്ട് അവരുടെ മെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അത്രയും ഭംഗിയാക്കാൻ പറ്റുള്ളൂ. അതിലെന്തെങ്കിലും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ കിട്ടണമെന്നില്ല. ഈ ഇപ്പം കണ്ടതിൽ അത്രയും ഡീറ്റെയിൽ ഇപ്പം പ്രേക്ഷകർ കണ്ടിട്ട് അത് അത്രയും അത് ഒറിജിനാലിറ്റി തോന്നണ അതിന് മെയിൻ ഒരു സപ്പോർട്ട് തന്നത് ഷഫീഖ് സാറാണ്. കാരണം പ്രൊഡ്യൂസർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പടം. അതുകൊണ്ടും ഷഫീഖ് സാറ് ഈ പറഞ്ഞില്ലേ, നമുക്കൊരു പുതിയൊരു ആളാണ് പുള്ളി. എല്ലാ എന്താ പറയുക, സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്.
അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. അത് നമുക്ക് ഭയങ്കര ലക്കാണ് അങ്ങനെ പ്രൊഡ്യൂസർ. ഇപ്പൊ മാർക്കോ 2 വരുവാണെങ്കിലും നമുക്ക് ഇതിലും വയലൻസ് കൊടുക്കണം തീർച്ചയായിട്ടും. അതിന്റെ പ്ലാനിങ് ആണ്. പക്ഷേ ഇപ്പം മാർക്കോ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, സെൻസറിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് എന്താ പറയുക, അതിൻ്റെ ഒരു ലിമിറ്റേഷനൊക്കെ നോക്കണം, എങ്ങനെ വരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. OTT-ൽ വരുമ്പോൾ ഈ മാർക്കോടെ ഇനി നമ്മൾ കാണാത്ത ബ്രൂട്ടൽ സീൻസ് ഉണ്ടാവുമോ? ശരിക്കും നമ്മൾ സിനിമയിൽ 8 മിനിറ്റ് സെൻസറിങ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വയലൻസിൻ്റെ ബിഗിനിങ് ഭാഗങ്ങളെല്ലാം ഒരുപാട് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ OTT-ൽ വരുമ്പോൾ കാണുമെന്നാണ് പ്രതീക്ഷ. കാരണം അങ്ങനെയാണ് ഇപ്പം നമ്മളെ പ്രൊഡക്ഷൻ സൈഡൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ കൂടിയും ഇതിനും ചിലപ്പോൾ എന്തെങ്കിലും ഈ യൂട്യൂബ്സിൻ്റെ പറഞ്ഞ പോലെ യൂട്യൂബ്സ് അധികം ബ്ലഡൊന്നും കാണിക്കാൻ പാടില്ലാത്ത പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇനി OTT ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ചെയ്ത വർക്ക് എനിക്ക് ഇനി കാണണമെങ്കിൽ അത് OTT-ലേ വഴിയുള്ളൂ. തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലാണ് വിഷമം എനിക്കുണ്ട്. അപ്പോൾ അത് OTT-ൽ വന്നാൽ എനിക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സീൻ റിയാസ് ഖാൻ്റെ സീനാണ്. അതെ, അതൊരു നല്ലൊരു ഫൈറ്റാണ്. പക്ഷേ പടത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ലെങ്തിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലത്തിലായിരിക്കാം. പക്ഷേ OTT-ൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ബേസിൽ ജോസഫിന്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പം ബേസിൽ ചേട്ടൻ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സുധിച്ചേട്ടനൊരു രാശിയായിരിക്കുന്നത്. അതായത് ജയ് ഹേ ആയാലും ഫാലിമി ആയാലും ഗുരുവായൂർ അമ്പലനട ആയാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമ എല്ലാം ഹിറ്റാണ്. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടൻ എങ്ങനെയാണ്? ലൊക്കേഷനിലും ഇങ്ങനെ തന്നെയാണോ? ഞാൻ ബേസിലേട്ടനെ ജയൊക്കെ ചെയ്യുന്ന മുമ്പേ ബേസിലേട്ടൻ ചെയ്ത വർക്കുകളും ഷോർട്ട് ഫിലിമൊക്കെ കണ്ട് ഭയങ്കര എനിക്ക് ത്രില്ലടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പെട്ടെന്നാണ് ജയ മൂവിയിൽ ബേസിലാണ് നായനെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് സാർ നീ എന്താ ഇങ്ങനെ നമ്മളൊക്കെ ഒരു റേഞ്ചിലൊക്കെ പോയിട്ട് പുള്ളി അപ്പോഴേ വൈബായി. പിന്നെ ഭയങ്കര കമ്പനിയായി, ഞങ്ങൾ ഭയങ്കര കമ്പനിയായി, പേഴ്സണലി ഭയങ്കര അടുപ്പായി. പിന്നെ എന്നെപ്പോലെ ഫുഡീസിൻ്റെ ആളാണ്. അപ്പം ഞാൻ പല വെറൈറ്റി ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കും, കഴിക്കും, പല സ്ഥലങ്ങളിൽ പോയി കഴിക്കും. അപ്പം ഞാനും ബേസിലും ജയ നടക്കുന്ന തൊട്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തായിരിക്കും. അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധം നീണ്ടൊരു 7 പടം വരെ നല്ല അടുപ്പിച്ച് പോയി. ബേസിലേട്ട് ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ പുള്ളിയുടെ എല്ലാ പടത്തിലും ഞങ്ങളുള്ള പുള്ളി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കാരണം അതൊരു നല്ലൊരു ഭാഗമാണ്, നമുക്ക് നല്ലൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റുന്നൊരു ഭാഗ്യമാണ്. ബേസിലേട്ടൻ്റെ എല്ലാ പടത്തിലും ഞങ്ങളുണ്ടായിരുന്നു. ബേസിലേട്ട എല്ലാ കാര്യങ്ങളും വിളിച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും വിളിച്ച് മാർക്കോയെ പറ്റിയും നല്ല അഭിപ്രായം പറഞ്ഞ് വിളിച്ച് കണ്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പുള്ളി. ഇനി വരാൻ പോകുന്ന ബേസിൽ ജോസഫ് ചിത്രം, ബേസിലേട്ടൻ്റെ പടം ഇനിയിപ്പോൾ പൊന്മാൻ എന്നുള്ള മൂവിയുണ്ട്. അത് നമ്മുടെ ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് ചേട്ടനാണ് ഡയറക്ടർ ഇരിക്കുന്നത്. അജിത്ത്, അതെ ഞാനായിരുന്നു മേക്കപ്പ്. അപ്പോൾ അത് ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനുണ്ട്. അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളിപ്പോൾ ഹിന്ദി പടത്തിൻ്റെ തിരക്ക് കാരണം ഇപ്പോൾ അത് ഒരു എന്താ പറയുക, നല്ല രസമുള്ളൊരു എന്താ പറയുക, 4-5 ചെറുപ്പക്കാരെന്നുള്ള നോവൽ ഭയങ്കരമായിട്ട് നേരത്തെ ഹിറ്റായൊരു നോവലാണ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തൊരു മൂവിയാണ്. പക്ഷേ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഫീൽ ഗുഡാണ്. ബേസിലേട്ടനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫിഗർ നമുക്ക് അതിൽ കാണാം. ഇപ്പം കുറച്ച് നാളായിട്ട് നടൻ ബേസിലാണ്, ഡയറക്ടർ ബേസിലേക്ക് വീണ്ടും. അതെ, അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ, പക്ഷേ നമ്മൾ ഇപ്പോഴും ബേസിലേട്ടൻ്റെ നടനായിട്ടാണെന്നല്ല, നമ്മളൊരു ബ്രദർ, നല്ലൊരു കമ്പനി, നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ. എല്ലാ സെറ്റിലും ബേസിലേട്ടൻ്റെ പടത്തിന് എൻ്റെ കൂടെ അസിസ്റ്റന്റ് എൻ്റെ കൂടെ വരുന്ന ക്രിക്കറ്റ് കളിക്കാനാണ്. ഇപ്പം പടം കമ്മിറ്റി ആകുമ്പോൾ ബേസിലേട്ടൻ വിളിക്കടാ ഷിബുവിനെ കൊണ്ടുപോട്ടോ, ജയനെ കൊണ്ടുപോകാൻ. അതെന്ന് വെച്ചാൽ എൻ്റെ ടീമിലിടാൻ അവർ വന്നു കഴിഞ്ഞാൽ ടീം വർക്കാണ്. അപ്പം തന്നെ ബിബിൻ ചേട്ടൻ്റെ കോള് വരും, ബിന്ദാസ് സുധി വർക്ക് തുടങ്ങുകയാണ്, കാര്യം പറയാനല്ല വിളിക്കുന്നത്, എടാ ക്രിക്കറ്റ് കളിയുണ്ട്, നാളെ ഷിബുവിനെ എങ്ങോട്ട് കൊണ്ടുവരണേ അല്ലെങ്കിൽ ജയനെ കൊണ്ടുവരണേ. കാരണം ഭയങ്കര രസമാണ് അവള്, വൈബാണ്. കാരണം അതാണ് അവരുടെ പടത്തിന്റെ വിജയം, മനസ്സിലായോ? നമ്മൾ ടെൻഷനില്ല. അവള് ഈ രാത്രി വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും ക്രിക്കറ്റ് കളിയാണ്. എല്ലാവരും കൂളാണ്. സഞ്ജു ഏട്ടനൊക്കെ വരും, ഇന്ത്യൻ ടീം സഞ്ജു പല സെറ്റിലും ബേസിലേട്ടൻ്റെ സെറ്റിൽ വന്നിട്ടുണ്ട്. കാരണം ക്രിക്കറ്റ് കളിക്കാനായിട്ട്. അത് ഭയങ്കര ഒരു ബേസിൽ യൂണിവേഴ്സ് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമില്. കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാറിനും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. സുചേട്ടന് കിട്ടിയോ? അങ്ങനെ അല്ല, അതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് കാണുമ്പോ രസമാണല്ലേ, ഒരു മൊബൈൽ തുറക്കുന്നത് കണ്ടപ്പോ ഭയങ്കര വൈബാണ്. രാവിലെ കമന്റ് ഇടുക, അത് അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടോവിനോയും ബേസിലേട്ടനും ഒക്കെ വന്ന് കമന്റ് ഇടുക. അതെ, അത് ഒരു ഭയങ്കര രസമാണ്. ബേസിലേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, അയ്യോ ബേസിലേട്ടൻ്റെ ഫാമിലി ആയിരുന്നാലും അടിപൊളിയാണ്. അവർ ഭയങ്കര വൈബാണ്, ഭയങ്കര പോസിറ്റീവാണ്. ഈ പറഞ്ഞ വർക്ക് ചെയ്യാനും നമ്മൾ പേഴ്സണലി സംസാരിക്കാനും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ബേസിലേട്ടൻ.
പൃഥ്വിരാജുമായിട്ടുള്ള വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട് അല്ലേ? അപ്പോൾ രാജസ്ഥാനോടെ ഞാനിപ്പോൾ ചെയ്ത പടം ഗുരുവായൂരമ്പല നടയാണ്. അപ്പോൾ അവരുടെ തന്നെ ഇമ്മീഡിയറ്റ് ഒരു പ്രൊഡക്ഷൻ പടം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് അലൗൺസ് ആയിട്ടില്ല. അപ്പോൾ അതാണ് ഇനി അടുത്തൊരു വർക്ക്. പിന്നെ ഈ വാഴ 2 അതാണ് ഇമ്മീഡിയറ്റ് തുടങ്ങുന്നത്. ഇപ്പോൾ സുധിച്ചേട്ടനെ എല്ലാവർക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഒരു ഡയറക്ടർ സുധി സുരേന്ദ്രൻ ഉണ്ടെന്ന് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ലൈഫ് ബെൽ എന്ന ഷോർട്ട് ഫിലിം എടുത്തിരുന്നു. അപ്പം ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തപ്പെടാൻ അങ്ങനെ ഒരു തോട്ട് വരാൻ എന്താണ് കാരണം? അത് ജനങ്ങളിലേക്ക് എത്തണം എന്നൊരു തോട്ട് വരാൻ? അത് ശരിക്കും ഞാൻ മേക്കപ്പ് ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ കൂടിയും എപ്പോഴും ഡയറക്ടറുടെ കൂടെയും മോണിറ്ററിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ സ്ഥിരം. അപ്പോൾ അങ്ങനെ നിന്ന് ഡയറക്ഷനിലോട്ട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഡയറക്ഷൻ നമുക്ക് പണ്ട് മുതലേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഒരു സമയത്ത് എനിക്ക് ആ ഒരു 2018 സമയത്ത് ഈ കുട്ടികളെയൊക്കെ ഈ മിസ്യൂസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത റോഡ് വന്നിട്ടാണ് ഞങ്ങളുടെ മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ സുധി കട്ടപ്പന എന്ന് പറഞ്ഞിട്ട് മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ലൈഫ് ബെൽ എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഈ പറഞ്ഞ പോലെ 10-12 അവാർഡും സൈമ അവാർഡ് കിട്ടി. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഇന്ന് മേക്കപ്പിലാണ്. സൈമ അവാർഡാണ് ഷോർട്ട് ഫിലിമിന് കിട്ടുന്നത്. അന്ന് സിദ്ദിഖ് സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറാണെന്ന് പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. പിന്നെ സിനിമ ഒരു ഡയറക്ഷൻ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് നിന്നപ്പോഴാണ് കൊറോണ കൊണ്ട് നമ്മളെ എല്ലാവരും തളർത്തിയത്. അപ്പോൾ പിന്നെ തട്ടുകട ജോലിയായിട്ടും തട്ടുകടയും അങ്ങനെ ഫാമിലിയൊക്കെ അങ്ങനെ പോകുന്ന സമയത്താണ് സിനിമയിലോട്ട് മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് മേക്കപ്പ് മാനായിട്ട് പിന്നെ വരുന്നു. ഈ പറഞ്ഞ പോലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നു. അതിനുശേഷം ജയ ജയ ഹേ സിനിമ വന്നു. പിന്നെ സിനിമയിലോട്ട് സിനിമയിലേക്ക് തിരക്കായി. ഡയറക്ഷൻ എൻ്റെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റഡ് ബൈ സുധി സുരേന്ദ്രൻ ബിഗ് സ്ക്രീനിൽ. ഇപ്പോൾ പറയുകയാണെങ്കിൽ 2025 തന്നെ അതിൻ്റെ ഒരു പ്ലാനിങ് തുടങ്ങി. അതിങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ ദൈവാനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചായക്കട പരിപാടിയൊക്കെ ഇങ്ങനെ പോകുന്നു. സത്യമായിട്ട് അതുണ്ട്. അത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഞാൻ ബാലരാമപുരത്താണ് നാട്ടിൽ. അപ്പോൾ സിനിമയിൽ ജോലി ചെയ്യുന്ന വളരെ കുറച്ച് പേർക്കേ അറിയാവൂ നാട്ടിലങ്ങനെ സിനിമയിലാണ് മേക്കപ്പ് മാനാണ് പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാലൊന്നും അവിടെ നമുക്ക് അറിയത്തില്ല. ശരിക്കും എൻ്റെ അമ്മയ്ക്ക് പോയിട്ടും പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു നാട്ടിൻ പ്രദേശമാണ് ബാലരാമപുരം. പക്ഷേ തട്ടുകട മണിയൻ, എൻ്റെ അച്ഛൻ്റെ പേര് മണിയൻ. മണിയൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതേ ബാലരാമത്ത് ഇപ്പോൾ എവിടെ പോയി ചോദിച്ചാലും തട്ടുകട മണിയൻ്റെ മോൻ എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ സിനിമയിലെ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ തട്ടുകട ഇപ്പോൾ അമ്മയാണ് നോക്കുന്നത്. അച്ഛൻ ഇപ്പോൾ കൂടെ ഇല്ല, 4 വർഷമായി. അപ്പോൾ അമ്മ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അങ്ങനെ ചെറിയ ബിസിനസ് പരമായിട്ട്. അതെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വഴി കുറച്ച് പേർക്ക് പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നാണ്. എൻ്റെ ടെക്സ്റ്റൈൽസിൽ 3 പേരുണ്ട്, തട്ടുകടയിൽ 3 പേരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു 6-7 പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ കുടുംബം പോലെ. അതെ. അപ്പോൾ അത് നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ഒരു കാരണമാണ്. സുധിച്ചേട്ടൻ്റെ അടുത്ത പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി നമുക്ക് വയലൻസും ഫീൽ ഗുഡും ഏതൊക്കെയാണ്? ഉണ്ട്. വയലൻസും ഉണ്ട്, ഫീൽ ഗുഡും ഉണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധീരൻ എന്ന പടം നടന്നുകൊണ്ടിരിക്കുന്നു. ദേവദത്ത് ഷാജി സാറിൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുന്നു GS എൻ്റർടൈൻമെൻറ്റിന്. പിന്നെ ഈ ബിപിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം വസനസമേതം ബന്ധുമിത്രാദികൾ, ആ പടം പോകാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് 2 കംപ്ലീറ്റ് ആയി. പിന്നെ ആസിഫ് അലി സാറിൻ്റെ ഫസ്റ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ഒരു പടം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദുബായിലൊരു പടം പോയി ചെയ്തു ആസിഫ് അലിക്കേരെ. അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പോസ്റ്റ് വന്നു, സർക്കിട്ട്. ഈ ഇത്രയും 4 പടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ്ങിൽ പോകുന്ന പടമാണ് ഈ പറയുന്ന തുടങ്ങാൻ പോകുന്ന പടങ്ങളുണ്ട്. അത് ഒഫീഷ്യലായിട്ട് നമുക്കൊന്നും ഡിക്ലെയർ ആയിട്ടില്ല. അപ്പോൾ എന്താണ് ഇപ്പം, ഫീൽ ഗുഡ് ചെയ്യാനാണോ വയലൻസ് ചെയ്യാനാണോ, എന്താണ് കൂടുതൽ ഇഷ്ടം? ശരിക്കും ഏതൊരു മേക്കപ്പ് മാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വർക്ക് തന്നെയാണ്. പക്ഷേ എല്ലാം രസമാണ്. നമ്മൾ ഏതൊരു പടവും നമുക്ക് എന്താ പറയുക, വയലൻസ് ആയിരുന്നാലും ഫീൽ ഗുഡ് ആയിരുന്നാലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു അവസാനമില്ല. മേക്കപ്പ് മാൻ ഈ പഠിച്ച് കഴിയുന്നില്ല ഈ ഫീൽഡ്. എപ്പോഴും നമ്മളത് ഇങ്ങനെ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഏത് മൂവി വന്നാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓരോന്നും പുതിയ അനുഭവങ്ങളാണ്. അതെ. അപ്പോൾ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആണ് ഓരോ വർക്കും. മാർക്കോ വേൾഡ് വൈഡ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല, മലയാളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് അന്യഭാഷകളിൽ നിന്നും സിനിമകൾ സുധിച്ചേട്ടനെ തേടി എത്തട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ സുധിച്ചേട്ടൻ എന്നൊരു പേര് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.